ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പോർച്ചുഗീസുകാർ മുതൽ ആണ് നമ്മളുടെ യൂറോപ്യന്മാരുടെ ആഗമനം. ഡച്ചുകാർ, അതുപോലെ ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ഇവരാണ് നമ്മുടെ യൂറോപ്യൻ ശക്തികൾ, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളെക്കുറിച്ച്. അപ്പോൾ ഇവരുടെ ആഗമനവും സംഭാവനകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോർച്ചുഗീസുകാരൻ. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായിട്ടെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിന് എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഈ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ് എന്ത് ചെയ്തത്, യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോഴത്തേക്കും 1453 അപ്പോൾ അത് പിടിച്ചെടുത്തപ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇന്ത്യയിലേക്കൊരു കടൽ മാർഗം, മറ്റൊരു മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവർ കടൽ മാർഗം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കടൽ മാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് വാസ്കോഡ ഗാമയാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് ചോദിച്ചാലും, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ എന്ന് ചോദിച്ചാലും, ആദ്യ പോർച്ചുഗീസുകാരൻ എന്ന് ചോദിച്ചാൽ ആരാണ്? വാസ്കോഡ ഗാമയാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ്. അദ്ദേഹം 1497 ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഇദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മാനുവൽ ഒന്നാമനാണ്. പോർച്ചുഗീസ് രാജാവായിട്ടുള്ള മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ചത്. ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് 1498 1497 അദ്ദേഹം പുറപ്പെട്ടു. 1498 മെയ് 20 അദ്ദേഹം എവിടെ എത്തി? വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ എവിടെയാണ് എത്തിയത്? കാപ്പാട്, അതായത് കോഴിക്കോട് കാപ്പാട്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ അന്ന് വിളിച്ചിരുന്ന പേര് കാലേക്കുറ്റ് എന്നാണ്. കാലേക്കുറ്റ്, അതിൽ നിന്നാണ് കാലിക്കട്ട് എന്ന വാക്ക് ഉണ്ടായത്. അപ്പം കോഴിക്കോടാണ് വാസ്കോഡ ഗാമ വന്ന് കപ്പലിറങ്ങിയത്. അപ്പോൾ ഈ വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് വന്ന് ഇറങ്ങിയത്. ഈ വാസ്കോഡ ഗാമയുടെ സഞ്ചരിച്ച കപ്പൽ കൂടാതെ അദ്ദേഹത്തെ പിന്തുടർന്ന 2 കപ്പലുകൾ കൂടെയുണ്ട്. ഇതാണ് സെൻറ്റ് റാഫേൽ, ബെറിയോ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. സെൻറ്റ് റാഫേലും ബെറിയോ, ഇങ്ങനെ 3 കപ്പലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ ഏതൊക്കെയാണ്? സെൻറ്റ് റാഫേലും ബെറിയോ. അദ്ദേഹം ലിസ്ബണിൽ നിന്ന് 1497 ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ടു. 98 മെയ് 20 ഇന്ത്യയിലെത്തി. അതിനുശേഷം 99 അദ്ദേഹം എന്ത് ചെയ്തു? ലിസ്ബണിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് തിരിച്ച് മടങ്ങിപ്പോയ വർഷമാണ് 1499. 98 ഇന്ത്യയിലെത്തുകയും 99 അദ്ദേഹം മടങ്ങിപ്പോവുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം വാസ്കോഡ ഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. അതെന്നാണ്? 1502 വാസ്കോഡ ഗാമ വീണ്ടും രണ്ടാമതായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വർഷമാണ് 1502. 1502. അതിനുശേഷം വീണ്ടും മൂന്നാമത് അദ്ദേഹം വന്നതാണ് 1524. വാസ്കോഡ ഗാമ മൂന്നാമത് ഇന്ത്യയിലേക്ക് വന്നതാണ് 1524. ഈ 1524 അദ്ദേഹം മൂന്നാമതായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണ് വരുന്നത് മൂന്നാമത് വന്നത് അദ്ദേഹം അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണ് 1524. മൂന്നാമതും അവസാനവുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണ് ഏത്? 1524. അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് 1524, അതായത് മൂന്നാമത് ഇന്ത്യയിലേക്ക് വന്നത്. പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാമത്തെ തവണ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത്. ഈ മൂന്നാമത്തെ തവണ വന്നപ്പോൾ തന്നെയാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്. വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്.
ഈ വാസ്കോഡ ഗാമയുടെ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് നമ്മുടെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അടക്കം ചെയ്തത്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അടക്കം ചെയ്തത്. അതിനുശേഷം വാസ്കോഡ ഗാമയുടെ ഈ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് 1539 ആയപ്പോഴത്തേക്കും അതെങ്ങോട്ട് കൊണ്ടുപോയി, പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. ഇനി വാസ്കോഡ ഗാമയുടെ ഈ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിൽ കൊണ്ടുപോയിട്ട് എവിടെയാണ് അടക്കം? ജെറോണിമസ് കത്തീഡ്രലിലാണ്. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിൽ അടക്കം ചെയ്തത്. ഈ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ എവിടെയാണ്? ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഓരോ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി വാസ്കോഡ ഗാമയെ മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയിലെ ഇന്ത്യയിലേക്ക് അയച്ചത്, അല്ലേ? അപ്പോൾ ഈ മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ച പേരുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി അല്ലെങ്കിൽ അധിപൻ എന്നൊക്കെ വിശേഷിപ്പിച്ചു. അപ്പോൾ വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇനി എന്നാൽ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ആര്? പെറോഡ കോവിൽഹ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലേ, വാസ്കോഡ ഗാമയല്ലാതെ മറ്റ് പോർച്ചുഗീസുകാരെക്കുറിച്ചുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റു പോർച്ചുഗീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. അതായത് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആര്? പെഡ്രോ അൽവാരസ് കബ്രാളാണ്. 1500 വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് കബ്രാൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് കബ്രാൾ. കൊച്ചിയിലൊരു പണ്ടകശാല സ്ഥാപിച്ചത് അൽവാരസ് കബ്രാളാണ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയത് അൽവാരസ് കബ്രാളാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 മുതൽ 1509 വരെ 1505 മുതൽ 1509 വരെയാണ് ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ട് അൽമേഡ ഇരുന്നത്. അപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമ ഇന്ത്യയിലെ വൈസ്രോയി ആയി വന്നത് എപ്പോഴാണ്? 1524 അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇനി ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയത്തിന് പറയുന്ന പേരാണ് ആര്? നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി. അതായത് ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീല ജലനയം. ഈ നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയിയായ അൽമേഡയാണ്. നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ആദ്യത്തേത് അൽമേഡയാണ്. രണ്ടാമത്തേത് ആരാണ്? അൽബുക്കർക്കാണ്. രണ്ടാമത്തേതാണ് അൽബുക്ക്. അപ്പോൾ ആദ്യത്തെ വൈസ്രോയി അൽമേഡ, രണ്ടാമത്തേത് അൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെയാണ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആരെയാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. അതുപോലെ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ചതും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹം, അതായത് മിശ്ര കോളനി വ്യവസ്ഥ, അല്ലേ, അതിനെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിമാരാണ്? അൽബുക്കർക്കാണ്. ഇനി അതുപോലെ തന്നെ പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിമാർ തന്നെയാണ് അൽബുക്കർക്കാണ്. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബുക്കർക്കാണ് കുറച്ച് ഭരണപരിഷ്കാരങ്ങളൊക്കെ വരുന്നത്, അല്ലേ. അപ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്.
അതുപോലെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ കോളനിവൽക്കരണം നടത്തിയതും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ചതും പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചതും അൽബുക്കർക്കാണ്. അതുപോലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ്. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണിത്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ്? 1505 അൽമേഡയാണ്. നമുക്കറിയാം നീലജലനയം കൊണ്ടുവന്നതും അതുപോലെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയുമായിട്ടുള്ള അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട കൊണ്ടുവന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ജലനയം കൊണ്ടുവന്നു. അതുപോലെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ആരാണ്? അൽമേഡയാണ്. 1505 അതുപോലെ തന്നെ എന്താണ് കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ? ചാലിയം കോട്ട എവിടെയാണ്? കോഴിക്കോടാണ്. ഈ ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ആര്? നുനോ ഡാ കുൻഹയാണ്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആര്? പോർച്ചുഗീസ് ഗവർണറാണ് ആര്? നുനോ ഡാ കുൻഹയാണ്. ഈ ചാലിയൻകോട്ട അറിയപ്പെടുന്നത് നമുക്കറിയാം അല്ലേ? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ്? ചാലിയൻകോട്ടയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയൻകോട്ടയാണ്. ഈ ചാലിയൻകോട്ട തകർത്തതാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ചാലിയൻകോട്ട തകർത്തത്. ചാലിയൻകോട്ട തകർത്തതാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ചാലിയൻകോട്ട തകർത്തത്. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ ചാലിയൻകോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് 1571 സാമൂതിരിയുടെ സൈന്യം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ ചാലിയൻകോട്ട പിടിച്ചെടുക്കുകയും അത് നശിപ്പിക്കുകയും അല്ലേ? ചാലിയൻകോട്ട തകർത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ അല്ലേ? അത് നശിപ്പിക്കുകയും ചെയ്ത വർഷമാണ് 1571. 1571 ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണത് ഫത്ഹുൽ മുബീൻ. അതായത് വ്യക്തമായ വിജയം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തമായ വിജയം, ഫത്തുൽ മുബീനാണ്. അപ്പോൾ ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണത് ഫത്തുൽ മുബീൻ. ഇനി നമുക്ക് നോക്കാം. അടുത്താണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണിത് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. ഈ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ട എന്നറിയപ്പെടുന്നതും മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട എന്ന് പറഞ്ഞു. അൽമേഡ പണിതത് സെൻറ്റ് ആഞ്ചലോസ് കോട്ടയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയാണ്. ചാലിയൻകോട്ട നമ്മൾ പറഞ്ഞു. ചാലിയൻകോട്ട എന്നാണ് കുഞ്ഞാലിമരക്കാരുടെ ആക്രമണത്തിന് നേരിടാനായിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത്. ചാലിയൻകോട്ട എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. 1503 കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. അൽബുക്കർക്കാണ്. ഈ മാനുവൽ കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ടയുടെ പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് ഇത് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. 16-ാം നൂറ്റാണ്ടിലാണ് അല്ലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുണ്ട്. അതിൻ്റെ പേരാണേത്? ഗോഥിക് ശൈലിയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി. ഇന്ത്യയിൽ ഗോഥിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികൾ ഏതൊക്കെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി അല്ലെ? നമ്മുടെ വാസ്കോഡ ഗാമയുടെ അല്ലേ? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ എന്താണ് ബോം ജീസസ് പള്ളി, ഗോവയിലെ ബോം ജീസസ് പള്ളി. അതായത് ഇന്ത്യയിൽ ഗോഥിക് ശൈലിയിൽ നിർമ്മിച്ച പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയും അതുപോലെ എന്താണ് ബോം ജീസസ് പള്ളി ഗോവയുമാണ്. ഇനി നമുക്കറിയാം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏത് തന്നെയാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഗോഥിക് ശൈലിയിൽ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചത് എവിടെയാണ്? ആദ്യം അടക്കം ചെയ്തത് എവിടെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി എവിടെയാണ്? വാരാപ്പുഴയിലാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി എവിടെയാണ്? വാരാപ്പുഴ.
കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച അല്ലേ ആദ്യത്തെ സെമിനാരി വാരാപ്പുഴയാണ്. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണേത്? മട്ടാഞ്ചേരി പാലസ്. അപ്പോൾ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണേത്? മട്ടാഞ്ചേരി പാലസ്. 1555 ഇത് നിർമ്മിച്ചത്. ഇത് പിന്നീട് ഡച്ചുകാരെന്ത് ചെയ്തു? പുതുക്കി പണിത് കഴിഞ്ഞതിന് ശേഷം ഇതെന്തായിട്ട് അറിയപ്പെട്ടു? ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. 1663 ഡച്ചുകാർ പുതുക്കി പണിത് ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നിർമ്മിച്ചതാരാണ്? ഇത് മട്ടാഞ്ചേരി പാലസ് നിർമ്മിച്ചതാരാണ്? 1555 പോർച്ചുഗീസുകാരാണ്. അത് ആർക്ക് നൽകിയതാണ്? കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയതാണ്. കൊച്ചിയിലും അതുപോലെ വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും അതുപോലെ വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. നമുക്കറിയാം ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ഒരുപാട് വസ്തുക്കൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, അത്തിക്ക, അതുപോലെ മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, അത്തിക്ക, അതുപോലെ മരച്ചീനി, റബ്ബർ. ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു കലാരൂപമാണേത്? ചവിട്ടു നാടകം. ഒരു ക്രിസ്ത്യൻ കലാരൂപമാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ, അതായത് ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ? അപ്പോൾ കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത്? അത് പുറക്കാട് രാജയാണ്. നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ രണ്ട് സന്ധികൾ പഠിക്കാനുണ്ട് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട്. ഒന്ന് കണ്ണൂർ സന്ധിയാണ്, 1513 കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഉള്ളതാണ് കണ്ണൂർ സന്ധി. ഒപ്പുവെച്ച വർഷം ഏതാണ്? 1513. എന്നാൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1540. അപ്പം പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും രണ്ട് സന്ധി, കണ്ണൂർ സന്ധിയുണ്ട്, പൊന്നാനി സന്ധിയുണ്ട്. കണ്ണൂർ സന്ധി 1513 പൊന്നാനി സന്ധി എന്നാണ് 1540 ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. അതുപോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായിട്ട് സെമിനാരികളും അതുപോലെ കോളേജുകളും ആരംഭിച്ചു. ഇതെവിടെയൊക്കെയാണ്? കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിലാണ് സെമിനാരി, അതായത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിന് സെമിനാരികളും കോളേജുകളും ആരംഭിച്ചത്. കുഞ്ഞാലി മരയ്ക്കാർ 4 പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600. കുഞ്ഞാലി മരയ്ക്കാർ 4 പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയാണ് ഉണ്ടായത് 1600. അപ്പോൾ ഈ 1600 കുഞ്ഞാലി മരയ്ക്കാർ 4 പോർച്ചുഗീസുകാർ വധിച്ചത് ആരുടെ പിന്തുണയോടുകൂടി, ആരുടെ അനുമതിയോടുകൂടിയാണ്? സാമൂതിരിയുടെ സമ്മതത്തോടു കൂടിയാണ് അല്ലേ? യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിക്കുകയുമാണ് ചെയ്തത്. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണേത്? തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി തുഫത്തുൽ മുജാഹിദീനാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയാണ്. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയും ഏത് തന്നെയാണ്? തുഫത്തുൽ മുജാഹിദീനാണ്. ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് കുറച്ച് മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങൾ നോക്കാം. ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. ഇത്രയും വാക്കുകളാണ് മലയാളത്തിലേക്ക് പോർച്ചുഗീസുകാരിൽ നിന്ന് ലഭിച്ച പദങ്ങളെന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയുമാണ് പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ ആധിപത്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ഡച്ചുകാരെക്കുറിച്ചാണ് അല്ലേ. ഡച്ചുകാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അടുത്തതാരാണ്? ഡച്ചുകാരാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നതാണ് 1595. ഇന്ത്യയിൽ 1595 ഇന്ത്യയിൽ വന്നതിന് ശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും എന്ത് ചെയ്തു? ഡച്ചുകാരുടെ ഒരു കപ്പൽ സമൂഹം 1604 അല്ലെ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തിയത് 1604. അപ്പോൾ 1602 ഡച്ചുകാർ എന്ത് ചെയ്തു? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയും അവരുടെ കപ്പൽ സമൂഹം എന്ത് ചെയ്തു? കേരളത്തിലേക്ക് വന്നത് 1604. ഡച്ചുകാർ വന്നതിന് ശേഷം 1658 അവർ കൊല്ലം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഡച്ചുകാർ ആദ്യം പിടിച്ചെടുക്കിയ സ്ഥലം ഏതാണ്? കൊല്ലമാണ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. അപ്പോൾ അത്രയും വർഷം പോർച്ചുഗീസുകാരാണ് അവിടെ നിലനിന്നിരുന്നത് അല്ലേ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയതിന് ആണ് കൊല്ലം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അപ്പോൾ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. അപ്പോൾ കൊല്ലം 1658 കൊച്ചിയും പിടിച്ചെടുത്തു. ഏത് വർഷമാണ്? 1663. ഈ ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷവും ഏത് തന്നെയാണ്? 1663. ഈ പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത് പിന്നീട് അവരെന്ത് ചെയ്തു? അത് തിരുവിതാംകൂറിന് വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം 1663. അപ്പോൾ കൊച്ചി പിടിച്ചെടുത്തതും പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തതും 1663. 1663 ഡച്ചുകാർ എന്ത് ചെയ്തു? സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും നമുക്കറിയാം സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാരാണ്? കണ്ണൂരിലാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. അൽമേഡയാണ് നിർമ്മിച്ചത്. അത് പിടിച്ചെടുത്തതെന്നാണ് 1663 ഡച്ചുകാർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും അത് പുതുക്കിപ്പണിയുകയും ചെയ്തു. എന്നിട്ട് അത് അവരെന്ത് ചെയ്തു? അത് അറയ്ക്കൽ രാജവംശത്തിന് വിൽക്കുകയും ചെയ്തു. പുതുക്കി പണിതതിന് ശേഷം അൽമേഡ പണിത 1663 ഡച്ചുകാരെന്ത് ചെയ്തു? അൽമേഡ പണിത പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽമേഡ പണിത എന്ത് ചെയ്തു? സെൻറ്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും അത് പുതുക്കി പണിയുകയും അത് പിന്നീട് അവർ അറയ്ക്കൽ രാജവംശത്തിന് നൽകുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് ആര്? അഡ്മിറൽ വാൻഗോയൂൻസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻഗോയൂൻസ്. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശമാണേത്? പള്ളിപ്പുറം. കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശമാണേത്? പള്ളിപ്പുറത്താണ് ഡച്ചുകാർ കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രി ആരംഭിച്ചത്. ഈ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? അഴീക്കോട് സന്ധിയാണ്. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചതാണ് അഴീക്കോട് സന്ധി. നമ്മൾ പോർച്ചുഗീസുകാരും സാമൂതിരിയുമായിട്ട് ഒപ്പുവെച്ചത് നമ്മൾ പറഞ്ഞ കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയുമാണ് അല്ലേ. അപ്പോൾ ഡച്ചുകാരുമായിട്ട് ഒപ്പുവെച്ച സന്ധിയാണ് ഏത്? അഴീക്കോട് സന്ധി. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം. പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്തു? ആദ്യം പള്ളിപ്പുറം കോട്ട നമ്മൾ പറഞ്ഞു അല്ലേ. പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്തു? ഇവർ പിടിച്ചടക്കി എന്ന് പറഞ്ഞു അല്ലേ. പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്തു? തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം ഏതാണ്? 1798. പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത് 1798 അത് ആർക്ക് കൈമാറിയത്? തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറി. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. അപ്പോൾ ഡച്ചുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ചേറ്റുവ കോട്ട. അപ്പോൾ പള്ളിപ്പുറം കോട്ടയൊക്കെ അവർ പുതുക്കി പണിയുകയാണ് ഉണ്ടായത് അല്ലേ.
അത് പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അഞ്ചലോസ് കോട്ടയും പോർച്ചുഗീസുകാർ പണിതാണ്. അതവർ പിടിച്ചെടുത്ത് പുതുക്കി പണിയാം. പക്ഷേ ചേറ്റുവാ കോട്ട എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ഇത് ചേറ്റുവാ കോട്ട എന്ന് പറയുന്നത്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ആരാണ്? ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, അതുപോലെ തുണിക്ക് ചായം മുക്കുന്നത്, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന 12 വാല്യങ്ങളടങ്ങുന്ന ഒരു കൃതി. ഇപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് നോക്കാം. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? നമുക്കറിയാം, മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണേത്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണെങ്കിലും ഇത് തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് അത് തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ വാൻ റീഡാണ്. അഡ്മിറൽ വാൻ റീഡാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ് കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് വർഷം 1678 മുതൽ 1703. 1678 1703 ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ 1678 1703 എന്ന് പറയുന്ന ഈ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് 12 വാല്യങ്ങളുണ്ട്. 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 1678 മുതൽ 1703 വരെ, അങ്ങനെ 12 വാല്യങ്ങളായിട്ടാണ്. അപ്പോൾ 12 വാല്യങ്ങളടങ്ങുന്ന പുസ്തകമാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. തെങ്ങിനെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അവസാനം പറയുന്നത് ആൽമരത്തെക്കുറിച്ചാണ്. അവസാനത്തെ വൃക്ഷം ഏതാണ്? ആൽമരമാണ്. ഇനി മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത് തന്നെയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണേത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച വാക്ക് ഏതാണ്? തെങ്ങെന്ന വാക്കാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ മലയാളത്തിൽ അച്ചടിച്ചിരിക്കുന്നത്. തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണേത്? ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത് സ്ഥലം എവിടെയാണ്? കടക്കരപ്പള്ളി, ആലപ്പുഴ. ആലപ്പുഴയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ് ഏതൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. അപ്പോൾ ഗൗഡ സാരസ്വത ഇതിനെ സഹായിച്ചത്, രചനയിൽ സഹായിച്ചവരാണ് ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഇനി ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ച കാർമൽ പുരോഹിതനാണ് ആര്? ജോൺ മാത്യൂസ്, അല്ലെങ്കിൽ ഫാദർ മാത്യൂസ് എന്ന് പറയും. ജോൺ മാത്യൂസ് ആണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ. ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ ചിത്രങ്ങൾ വരച്ചതും ആര് തന്നെയാണ്? ജോൺ മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. അപ്പം അതിൻ്റെ മലയാളം പരിഭാഷയ്ക്ക് മലയാളം പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയതാരാണ്? കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. പിന്നെ നമ്മൾ ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും കൊച്ചിയും കൊല്ലവുമായിരുന്നു. കേരളത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും.
അപ്പോൾ ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഈ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. വർഷം 1753 മാവേലിക്കര ഉടമ്പടി വഴി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഡച്ചുകാരുടെ ഇടപെടൽ നിർത്തണമെന്നും അതുപോലെ തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ എന്ത് ചെയ്യണം, നിഷ്പക്ഷത പാലിക്കുമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഒരു കരാറായിരുന്നു മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. ഇത് ഒപ്പുവെച്ചത് 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇതോടുകൂടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കായാണ് ഉണ്ടായത്. ഈ ഡച്ചുകാരിൽ നിന്ന് 1789 ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഡച്ചുകാരിൽ നിന്ന് 1789 ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഇത്രയുമാണ് ഡച്ചുകാരെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ലന്തക്കാർ എന്നാണ് ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പരന്ത്രീസുകാർ. അതുപോലെ പോർച്ചുഗീസുകാരെ പറയുന്ന പേരാണ് പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്നത്. ഇനി അപ്പോൾ ഡച്ചു ഭരണം അവസാനിച്ചു. മാവേലിക്കര ഉടമ്പടിയോടുകൂടി ഡച്ച് ഭരണം അവസാനിക്കുകയും അതുപോലെ അടുത്തത് നമ്മുടെ ഫ്രഞ്ചുകാരാണ് കേരളത്തിലേക്ക് ആധിപത്യം സ്ഥാപിച്ച മറ്റു യൂറോപ്യൻ ശക്തിയാണ് ഏത്? ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ചുകാർ. അപ്പോൾ വ്യാപാരത്തിനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരും അവസാനമായിട്ട് ഇന്ത്യയിലെത്തിയത് ആരാണ്? ഫ്രഞ്ചുകാരുമാണ്. അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ചുകാർ അവരുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഈ ഫ്രഞ്ചുകാരുടെ പ്രധാന താവളങ്ങൾ ഏതൊക്കെയാണ്? മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഇവയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന താവളങ്ങൾ. കേരളത്തിൽ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയാണ്. മാഹി അല്ലെങ്കിൽ മയ്യഴി. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തത് എവിടെയായിരുന്നു? മാഹിയിലായിരുന്നു. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724. 1725 കടത്തനാട്ടു രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ. അപ്പം മാഹിയെ കടത്തനാട് രാജാവിൽ നിന്നാണ് 1725 ഫ്രഞ്ചുകാർ മാഹി പിടിച്ചെടുത്തത്. അതിന് നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെട്രാൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡിലെ ബോണേഴ്സ്. ആണ് അതിൻ്റെ ഫ്രഞ്ച് ക്യാപ്റ്റൻ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം. അപ്പോൾ ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും 4 വർഷങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ 1664. മറ്റൊന്ന് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724. അതുപോലെ 1725 മാഹി കടത്തനാട് രാജാവിൽ നിന്ന് മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത്. അതുപോലെ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് 1954. ഇംഗ്ലീഷുകാരാണ് അല്ലെ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? മാസ്റ്റർ റാൽഫിച്ച് ആണ് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ എവിടെയാണ് വന്നത്? കൊച്ചിയിലാണ് വന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടെത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ വെച്ചതാരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. അപ്പം കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ്. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. 1615 ക്യാപ്റ്റൻ കീലിംഗ് ആണ് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത്? ഇംഗ്ലണ്ട്. കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇംഗ്ലണ്ടാണ്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത്
അല്ലേ. അപ്പോൾ 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ്? രവിവർമ്മയുടെ ഭരണകാലത്താണ് ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല സ്ഥാപിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവാണ് രാമവർമ്മ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി വെക്കുകയാണ് ഉണ്ടായത്. വേണാട്ടിലെ രാജാവാണ് രാമവർമ്മ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ചൻ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് ആര്? പാലിയത്തച്ചൻ. ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാനാണ് നഞ്ചപ്പയ്യ. ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ നഞ്ചപ്പയ്യ. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലോട്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കേണൽ മെക്കാളെ. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് വന്നതാരാണ്? കേണൽ മെക്കാളെയാണ്. 1795 മുതൽ 1810 വരെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ടിരുന്നത് കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തലശ്ശേരി കോട്ട നിർമ്മിച്ചതാരാണ്? ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് തലശ്ശേരി കോട്ട. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് തലശ്ശേരി കോട്ട. 1790 ബ്രിട്ടീഷുകാർ സെൻറ്റ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മൾ പറഞ്ഞു സെൻറ്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽമേഡയാണ്. അത് പിന്നീട് ആര് പിടിച്ചെടുത്തു? ഡച്ചുകാർ പിടിച്ചെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? 1790 അതെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ സെൻറ്റ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമായി രൂപപ്പെടുകയും ചെയ്തു. ഇനി ഇത്രയാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ നോക്കാം. കേരളത്തിൽ സ്വയം പര്യാപ്തമായിരിക്കുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്നു അല്ലെ, വൻതോതിൽ അത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമ്മുടെ വ്യാപാരമെല്ലാം കൈയടക്കിയതോടുകൂടി കേരളത്തിലെ സ്വയം പര്യാപ്തമായിരുന്ന ഗ്രാമീണ വ്യവസ്ഥ തകരുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഏതൊക്കെയായിരുന്നു? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ഇത്രയുമാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ. കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ് ഏത്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ഇതെല്ലാവരും എന്ത് ചെയ്തു? കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. വ്യാപാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടീഷുകാർ അവലംബിച്ച മാർഗമാണ് മലബാറിലും കൊച്ചിയിലും അതുപോലെ തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. അപ്പോൾ അവരുടെ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ഭേദഗതി വരുത്തി. അതുപോലെ വ്യാപാരം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗതാഗത രംഗത്ത് അവലംബിച്ച വികസന പ്രവർത്തനങ്ങളാണ് അവർ കൊണ്ടുവന്നു. റോഡ്, അതുപോലെ പാലം, റെയിൽപാളം എന്നിവ നിർമ്മിക്കുകയും ഉണ്ടായി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അത് ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു റെയിൽപാതയാണ് 1861 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർക്ക് പ്രയോജനപ്പെടുത്തി. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ തുറമുഖങ്ങൾ വികസിപ്പിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയിലും അതുപോലെ കോഴിക്കോട്, ആലപ്പുഴയിലും എന്ത് ചെയ്തു? ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി തുറമുഖങ്ങൾ വികസിപ്പിച്ചു. ഇനി ഇവർ കാർഷിക മേഖലയിൽ വാണിജ്യവൽക്കരണം നടത്തിയിരുന്നു. അതേതൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ച ഒരു കൃഷിരീതിയാണ് കമ്പോളത്തെ ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതി. ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ച കൃഷിരീതിയാണ് ഇത്. കമ്പോളത്തെ ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതിയാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. നെല്ലിന് പകരമായി വൻതോതിൽ കൃഷി ചെയ്ത വിളയാണ് തെങ്ങ്. നെല്ലിന് പകരമായിട്ട് വൻതോതിൽ കൃഷി ചെയ്ത വിള ഏതാണ്? തെങ്ങാണ്. കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കാൻ കാരണമായതും എന്താണ്? നെല്ലിൻ്റെ ഈ ഉൽപ്പാദനം കുറഞ്ഞതോടുകൂടി എന്ത് ചെയ്തു? ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കാൻ കാരണമായി.
അപ്പോൾ നെല്ലിന് പകരമായിട്ട് അവരെന്ത് ചെയ്തു, വൻതോതിൽ തെങ്ങ് കൃഷി ചെയ്യാനാണ് പ്രോത്സാഹിപ്പിച്ചത്. അതുപോലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കേരളത്തിൽ വ്യാപകമായിട്ട് അവരെന്ത് കൊണ്ടുവന്നു, കൃഷി ചെയ്തു, മരച്ചീനി. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തതാണ് മരച്ചീനി. മലയോര പ്രദേശങ്ങളിൽ വൻതോതിൽ തോട്ടങ്ങളിലായി കൃഷി ചെയ്ത വാണിജ്യ വിളകൾ ഏതൊക്കെയാണ്? കാപ്പി, തേയില, ഏലം, റബ്ബർ. ഇതൊക്കെ അവർ മലയോര പ്രദേശങ്ങളിൽ വൻതോതിൽ തോട്ടങ്ങളിലായിട്ട് കൃഷി ചെയ്ത വാണിജ്യ വിളകളാണ് കാപ്പിയും തേയിലയും ഏലം, റബ്ബർ തുടങ്ങിയവ. മലബാറിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കൊനോലിയെ ചുമതലപ്പെടുത്തിയ കളക്ടറാണ് ഹെൻറി വാലന്റൈനാണ്. മലബാറിലെ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനായിട്ട് കൊനോലിയെ ചുമതലപ്പെടുത്തിയ കളക്ടറാണ് ഹെൻറി വാലന്റൈൻ. നിലമ്പൂരിൽ തേക്ക് വെച്ച് പിടിപ്പിച്ച 1500 ഏക്കർ അറിയപ്പെട്ടിരുന്ന പേരാണ് കൊനോലി പ്ലോട്ട് എന്നാണ്. കൊനോലി പ്ലോട്ട്. അതുപോലെ തോട്ട വ്യവസായം ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? വയനാട്, ഇടുക്കി എന്നീ പ്രദേശങ്ങളിൽ തോട്ട വ്യവസായം ആരംഭിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട തോട്ട വ്യവസായ മേഖലകളാണ് മർഡോക്ക് ബ്രൗൺ, കണ്ണൻ ദേവൻ കമ്പനി, മലയാളം പ്ലാന്റേഷൻ. കേരളത്തിലെ പ്രധാന തോട്ട വ്യവസായ മേഖലകളാണ് മർഡോക്ക് ബ്രൗൺ, കണ്ണൻ ദേവൻ കമ്പനി, മലയാളം പ്ലാന്റേഷൻ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയായിരുന്നു കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ. നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. ജെയിംസ് ഡാറ 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. കശുവണ്ടി പരിപ്പ് കയറ്റുമതി ചെയ്യുന്ന ഫാക്ടറികൾ വളർന്നു വന്ന പ്രദേശം കൊല്ലമാണ്. കൊല്ലം. ഓട്ട് കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയ പ്രദേശമാണ് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഓട്ട് കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയത്. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ച പ്രദേശങ്ങളാണ് കണ്ണൂരും കോഴിക്കോടുമാണ് കൈത്തറി. ബീഡി തെറുക്കുന്ന കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം 20-ാം നൂറ്റാണ്ടിലാണ്. ബീഡി തെറുക്കുന്ന കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകളാണ് പുനലൂർ പേപ്പർ മില്ല്, അതുപോലെ കളമശ്ശേരിയിലെ ഫാക്ട്, കുണ്ടറ സെറാമിക്സ്, തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ്, കൊച്ചിയിലെ ടാറ്റ ഓയിൽ മിൽസ്, അതുപോലെ കൊച്ചിയിലെ അളഗപ്പ തുണി മില്ല്. ഇതെല്ലാം 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വ്യവസായ ശാലകളാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ നിലവിൽ വന്ന മറ്റ് സ്വകാര്യ ബാങ്കുകളാണ് ഇംപീരിയൽ ബാങ്കും അതുപോലെ ഇന്ത്യൻ നാഷണൽ ബാങ്ക്, അതുപോലെ ചാർട്ടേഡ് ബാങ്ക്. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. ഇതെല്ലാം എന്താണ്? കേരളത്തിൽ നിലനിന്ന മറ്റ് സ്വകാര്യ ബാങ്കുകളാണ്. ഇനി സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷുകാരും ഒരുപാട് സ്വാധീനം ചെലുത്തി. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരായിരുന്നു മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങൾ അതുപോലെ നിഘണ്ടുവും തയ്യാറാക്കിയിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയതാണ് ആര്? അർണോസ് പാതിരി. വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസും ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയുമാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതാണ് ആര്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടുമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയം. ഇവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്.
കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മിഷണറിമാരാണ് വാരാപ്പുഴ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ ബർണഡീസ് ബച്ചിനെല്ലി, അതുപോലെ റവറൻഡ് മീഡ്, റവറൻഡ് ഡൗസൺ, റവറൻഡ് ഹബീബ്. ഇവരെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മിഷണറിമാർ. വാരാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ബർണഡീൻ ബച്ചിനെല്ലി, റവറൻഡ് മീഡ്, റവറൻഡ് ഡൗസൺ, റവറൻഡ് ഹബീബ്. ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോടുകൂടിയാണ്. ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യം നടത്തിയത് മലബാറിലാണ്. എവിടെയാണ്? മലബാറിലാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചത് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചത് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി. ഇനി റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായതാണ് കേണൽ ജോൺ മൺറോ. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായത് കേണൽ ജോൺ മൺറോയാണ്. എന്നാൽ ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായിട്ട് ആര് വന്നു? കേണൽ മൺറോ വന്നു, അല്ലേ? ഉമ്മിണിത്തമ്പിക്ക് റെസിഡൻ്റായി നിയമിതനായതാണ് ആര്? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ടാണ് ആര് വരുന്നത്? കേണൽ മൺറോ വരുന്നത്. പിന്നീട് ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ആരായിട്ട് മാറി? ദിവാനായിട്ട് മാറുകയും തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് ആര്? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാനാണ് ആര്? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാനുമാർ തന്നെയാണ് കേണൽ മൺറോയാണ്. അതുപോലെ കൊച്ചിയിലെ ആദ്യത്തെ ദിവാനും കേണൽ മൺറോ. കേണൽ മൺറോയാണ്. കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്ത ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് ആര്? കേണൽ മൺറോ. തിരുവിതാംകൂറിലും ദിവാനായിരുന്നു, അതുപോലെ കൊച്ചിയിലും ദിവാനായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് ആര്? കേണൽ മൺറോ. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് കേണൽ മൺറോ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക് യു.